ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു കുഞ്ഞു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു നാടൻ കോഴിക്കറിയാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഓയിലല്ല, ഗീ ആണ്. നമ്മൾ വീട്ടിലുണ്ടാക്കിയ ഗീ ആണിത്. നമ്മളൊരു 2 months നമ്മൾ വീട്ടിൽ വാങ്ങിക്കുന്ന പാലിൻ്റെ പാട നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ട് അത് നമ്മൾ ബട്ടറാക്കി എടുത്തിട്ട് മെൽറ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന ഗീ ആണിത്. അപ്പോൾ ഏകദേശം എനിക്കൊരു 500 ml കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ മലായി 2 months സേവ് ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ ഫ്രീസറിലാണ് വയ്ക്കുക. അപ്പോൾ ഈ ബട്ടർ ഉണ്ടാക്കിയിട്ട് അത് മെൽറ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു സ്മെല്ല് വരും. അത് മാറാനായിട്ടൊരു ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. അപ്പോൾ ബട്ടർ മെൽറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു 2 പെപ്പർകോൺസ് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു സ്മോൾ പീസ് ഓഫ് സിനമൺ അതും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ ആ ബട്ടർ മെൽറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫോൾസ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ കോഴിക്കറിക്കുള്ള ഇൻഗ്രീഡിയൻസ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു മീഡിയം സൈസുള്ള ഒരു 1.5 ഓണിയൻ എടുത്തിട്ടുണ്ട്, ഒരു 3 ഗ്രീൻ ചില്ലി, കുറച്ച് കറി ലീവ്സ്, ഒരു ടൊമാറ്റോ, ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ സ്മോൾ ഓണിയൻസാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. സ്മോൾ ഓണിയൻസ് ഒരു 100 gram എടുത്താൽ മതി. ചിക്കനിലോട്ട് സ്മോൾ ഓണിയൻസ് ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇത് നാടൻ കോഴിക്കറി ആയതുകൊണ്ടാണ് നമ്മൾ ഈ സ്മോൾ ഓണിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിത് ഒരു മണ്ണിൻ്റെ പോട്ടിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത് വെച്ച് ചൂടായി നമ്മൾ കോക്കനട്ട് ഓയിലാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഹോൾ സ്പൈസസ് ആഡ് ചെയ്യുക. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, അതുപോലെ തന്നെ ഒരു പിഞ്ച് ഓഫ് പെരുംജീരകം. 1/2 കിലോ ചിക്കനുള്ളൂ, അതുകൊണ്ടാണ് ഒരു പിഞ്ച് പെരുംജീരകം ആഡ് ചെയ്തത്. അപ്പോൾ അതെല്ലാം നന്നായി സോട്ടായി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്മോൾ ഓണിയൻ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് സ്മോൾ ഓണിയൻ നല്ലപോലെ സോട്ടാവുന്നത് വരെ സോട്ട് ചെയ്തെടുക്കണം. കറി ലീവ്സ്, ഗ്രീൻ ചില്ലി അതും കൂടെ നമ്മൾ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ സോട്ട് ചെയ്തെടുക്കാം. സ്മോൾ ഓണിയൻ നന്നായി സോട്ടായില്ലെങ്കിൽ നമ്മൾ ചിക്കൻ കറിക്ക് ഒരു മൈൽഡായിട്ടുള്ള ഒരു മധുരം ടേസ്റ്റ് വരും, ഒരു ഷുഗർ ടേസ്റ്റ് വരും. അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ സോട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ അതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബിഗ് ഓണിയൻ ആഡ് ചെയ്യാം, വലിയുള്ളി ആഡ് ചെയ്യുക. പിന്നെ നന്നായി സോട്ടായി വരാനായിട്ട് കുറച്ച് സോൾട്ട് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് യൂഷ്വലി എല്ലാവരും ചെയ്യുന്നതാണ്. ഈ വീഡിയോ കാണുന്ന പലർക്കും പല ടിപ്സും ഉണ്ടാവുമെന്നറിയാം. നിങ്ങളുടെ ടിപ്സും ട്രിക്സും നിങ്ങൾ വീട്ടിൽ ചെയ്യുന്ന റെസിപ്പീസും ഒക്കെ കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം. അപ്പോൾ വീഡിയോസ് ഫുള്ളായി കാണണം. നല്ലപോലെ സോട്ടേ വന്നിട്ടുണ്ട് ഒനിയൻ. അപ്പോൾ അതിലോട്ട് നമ്മളൊരു 1.5 tablespoon ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നല്ലപോലെ സോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ റോ സ്മെല്ല് പോയി നല്ലപോലെ സോട്ട് ചെയ്ത് വന്നതിന് ശേഷം നമ്മൾ അതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ടൊമാറ്റോ നമ്മളതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. ടൊമാറ്റോ ആഡ് ചെയ്തതിനോടൊപ്പം തന്നെ നമ്മളതിലോട്ട് കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾ നോർമൽ ചില്ലി പൗഡർ ആണെങ്കിൽ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലി ആണെങ്കിൽ 2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ, പിന്നെ അതേപോലെ തന്നെ 1 ടീസ്പൂൺ കൊറിയൻഡർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ. ഇത് ആഡ് ചെയ്തിട്ട് നല്ലപോലെ സോട്ട് ചെയ്തെടുക്കുക. ചൂട് കൂടുതലായതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇത് കുക്ക് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ അത് അടിക്ക് പിടിച്ച് പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മസാലസിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ചിക്കൻ കറിക്കൊരു നല്ലൊരു ടേസ്റ്റും കൊടുക്കും. അതുപോലെ തന്നെ ചിക്കൻ കുറച്ചുകൂടി സോഫ്റ്റ് ആവുകയും ചെയ്യും. തൈര് ഓപ്ഷണലാണ്, നിർബന്ധമില്ല, വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കാരണം നാടൻ ചിക്കൻ കറിയാണല്ലോ, അതുകൊണ്ട്. അപ്പോൾ നമ്മൾ ചിക്കനും ആഡ് ചെയ്തിട്ട് നമ്മൾ നല്ലപോലെ ആ മസാലയിൽ മിക്സ് ആവുന്നവരെ മിക്സ് ചെയ്തെടുക്കുക. മസാലയും ചിക്കനും നല്ലപോലെ സോട്ടായി വന്നിട്ടുണ്ട്. നമ്മളതിലോട്ട് ഒരു 1/2 ഗ്ലാസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് ചിക്കൻ കുക്കാവാൻ വേണ്ടിയിട്ടാണ്. വെള്ളം ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മളത് മൂടി വെച്ചിട്ട് ഒരു 20 minutes വേവിക്കുകയാണ്. അപ്പോൾ 20 minutes കുക്കായി വന്നു. അത് നല്ലപോലെ മണമൊക്കെ വരുന്നുണ്ട്.
അപ്പോൾ നന്നായി ചിക്കനും നല്ല സോഫ്റ്റായി കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ആഡ് ചെയ്യാണ്. ഇത് കോക്കനട്ട് മിൽക്കാണ്. കോക്കനട്ട് മിൽക്ക് നമ്മളെങ്ങനെ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 ടേബിൾ സ്പൂൺ കോക്കനട്ടിന് ഒരു 3 കാഷ്യൂ നട്ട്സ്, അത് രണ്ടും കൂടെ മിക്സിയിൽ ഒരു ഹാഫ് ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം സ്ട്രെയിൻ ചെയ്തെടുക്കുക. അപ്പോൾ ആ കോക്കനട്ട് മിൽക്കാണിത്, ഫസ്റ്റ് മിൽക്ക്. അപ്പോൾ അത് ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണം ഇത് ആഡ് ചെയ്ത് കൊടുക്കാൻ. കാരണം ഇത് മണ്ണിൻ്റെ പോട്ടായതുകൊണ്ട് അത് നല്ല ചൂടുണ്ടാവും. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ റെസിപ്പി തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിന് മല്ലിയില, പുതിനയില ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റായിരുന്നു കറിക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ചപ്പാത്തിയുടെ കൂടെയോ ദോശയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും സെർവ് ചെയ്യാം. വീട്ടിലെ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ കമൻസ് എന്നെ അറിയിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ഇതിന് മുന്നേ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ വീഡിയോസ് എല്ലാം കാണാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ കമൻസ് എന്നെ അറിയിക്കാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.